ആശാവർക്കർമാരുടെ സമരത്തിൽ ഒന്നാം പ്രതി മോദി സർക്കാരാണെന്ന് കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയായ INTUC. പദ്ധതികൾ ആവിഷ്കരിച്ച് സഹായിക്കേണ്ടത് കേന്ദ്രമാണ്. കേന്ദ്രത്തിനെതിരെ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും INTUC സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരൻ പറഞ്ഞു. ആശമാരുടെ സമരത്തിൽ സെക്രട്ടേറിയറ്റ് മുന്നിലെ സമരത്തിൽ INTUC പങ്കെടുക്കില്ലെന്നും ചന്ദ്രശേഖരൻ. പഞ്ചായത്തുകളുടെ മുമ്പിൽ സമരം നടക്കുന്നതോടൊപ്പം തന്നെ അടുത്ത ഘട്ടം നമ്മുടെ സമരം രാജ്ഭവന്റെ മുമ്പിലോ കേന്ദ്ര സർക്കാർ ഓഫീസുകളുടെ മുമ്പിലോ ആണ്. ഇതിൽ ഒന്നാം പ്രതി കേന്ദ്ര സർക്കാരും രണ്ടാം പ്രതി സംസ്ഥാന ഗവൺമെൻറ്റുകളുമാണ്. രണ്ടുപേരും കൂടി ചേർന്ന് വേണം ഇവരെ സഹായിക്കാൻ. അതാണ് ഈ നിയമം, അതിൻ്റെ പദ്ധതി അതാണ്. അതൊരു സംഘടന നടത്തുന്ന സമരമാണ്. നിങ്ങൾക്കറിയാം, ഞങ്ങൾക്കും അറിയാമല്ലോ. ഒരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം അവർ തീരുമാനിച്ച് അവർ നടത്തുന്ന ഒരു സമരം. അതേപോലെ ഞങ്ങൾ തീരുമാനിച്ച് ഞങ്ങൾ ആ സമരങ്ങളിലേക്ക് വരും. നമ്മുടെ അഭിപ്രായമാണ് ഇവിടെ പറഞ്ഞത്. നിങ്ങളോടല്ലേ ആദ്യം പറയേണ്ടത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി കമലേഷ് ചേരുന്നു. കമലേഷ്, പ്രതിപക്ഷ നേതാവും കോൺഗ്രസും ഒക്കെ എടുക്കുന്ന നിലപാടിനെതിരാണ് കോൺഗ്രസ് അനുകൂല ട്രേഡ് യൂണിയൻ എടുക്കുന്ന നിലപാട്. മാത്രമല്ല അത് സംസ്ഥാനം പറയുന്ന വസ്തുതകളോട് ചേർന്ന് നിൽക്കുന്നതുമാണ്. ഇന്നലെ തന്നെ മന്ത്രി അടക്കം പറയുകയും ചെയ്തു INTUCയുടെ നിലപാട് കോൺഗ്രസ് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന്. അജിംഷാ, തീർച്ചയായും നാളിതുവരെയായി ആശാ വർക്കർമാരുടെ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത് അത് സംസ്ഥാന സർക്കാരിനെ അകാരണമായി കുറ്റപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെ, മോദി സർക്കാരിനെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ടുള്ളതുമാണ്. ഇന്ന് രാവിലെ ഉൾപ്പെടെ VD സതീശൻ്റെ വാക്കുകളിൽ അത് പ്രകടമായിരുന്നു. മോദി സർക്കാർ കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു, പക്ഷേ സംസ്ഥാന സർക്കാരിനാണ് ഇതിൻ്റെ ഉത്തരവാദി, അല്ലെങ്കിൽ ഇതിൽ കുറ്റക്കാർ എന്ന നിലയിലുള്ള ഒരു പ്രചരണമാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ തുടക്കം തൊട്ട് എടുത്തിട്ടുള്ള ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത്. അതോടൊപ്പം സംസ്ഥാന സർക്കാരിനെ പൂർണ്ണമായും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇടപെടലാണ്, രാഷ്ട്രീയമായ ഇടപെടലാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ളത്. എന്നാൽ INTUC ഈ ഘട്ടങ്ങളിലൊന്നും ഈ സമരങ്ങളുടെ ഭാഗമാവുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ വിഷയത്തിൽ കോൺഗ്രസ് എടുക്കുന്ന, VD സതീശൻ എടുക്കുന്ന നിലപാടുകളെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് INTUC രംഗത്ത് വന്നിട്ടുള്ളത്. ആശാ വർക്കർമാരുടെ സമരത്തിൽ ഒന്നാം പ്രതി കേന്ദ്ര സർക്കാരാണ്, മോദി സർക്കാരാണ് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം INTUCയുടെ സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരൻ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. ഇതിൽ സംസ്ഥാന സർക്കാരുകളും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും യോജിച്ച ഒരു മുന്നേറ്റമാണ് നടത്തേണ്ടത്. അല്ലെങ്കിൽ ഈ യോജിച്ച മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ കഴിയുക. കേന്ദ്രമാണ് ഇതിൽ പദ്ധതികൾ ആവിഷ്കരിച്ച് നൽകേണ്ടത്. അതൊന്നും ചെയ്യാത്ത കേന്ദ്ര സർക്കാരിനെതിരെ അടുത്ത ദിവസം തന്നെ, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ വലിയ പ്രക്ഷോഭങ്ങൾ, രാജ്ഭവന് മുന്നിൽ ഉൾപ്പെടെ വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് INTUC കടക്കുകയാണ് എന്ന ഒരു വിവരം കൂടി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ചന്ദ്രശേഖരൻ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം ഇതിൽ കാണേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം, ഈ വിഷയത്തിൽ നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, ജില്ലാ കോൺഗ്രസ് അടക്കം വലിയ നിലയിലുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നു. ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാർച്ച് നടത്തുന്നു. ആശാ വർക്കർമാരെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് അവരുടെ കൂടെ സമരം ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടു. ഒരു വരി പോലും ഈ ഘട്ടങ്ങളിലൊന്നും കേന്ദ്ര സർക്കാരിനെതിരെ, യാഥാർത്ഥ്യം കേന്ദ്ര സർക്കാരാണ് ഇതിൽ കുറ്റക്കാർ എന്നിരിക്കെ പോലും ഒരു വരി കേന്ദ്ര സർക്കാരിനെതിരെ പറയാൻ ഇവരാരും തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ന് മാത്രമല്ല, ഇന്ന് രാവിലെ VD സതീശൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന് ക്ലീൻ ചിറ്റ് നൽകുകയാണ്. അതായത് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാനുള്ള തുക പൂർണ്ണമായും കൊടുത്തു കഴിഞ്ഞു, അതിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞു, ഇതിൽ വീഴ്ച വരുത്തുന്നത് സംസ്ഥാന സർക്കാരാണ് എന്ന നിലയിലുള്ള ഒരു കുറ്റപ്പെടുത്തലിലേക്ക് VD സതീശൻ ഉൾപ്പെടെ പോകുന്നു. എന്നാൽ മണിക്കൂറുകൾക്ക് പിന്നാലെയാണ് ഈ വിഷയത്തിൽ INTUC ഒരു നിലപാടുമായി മാധ്യമങ്ങളെ കാണുന്നത്. ഈ വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭവുമായി കേന്ദ്ര സർക്കാരിനെതിരെ മുന്നോട്ട് പോവുകയാണ്. ഇതിൽ ഒന്നാം പ്രതി കേന്ദ്ര സർക്കാരാണ് എന്ന് വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറയുകയും ചെയ്യുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഈ വിഷയത്തിൽ ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരത്തിൽ അല്ലെങ്കിൽ ആ സമരത്തിൻ്റെ ഭാഗമായി INTUC അതിൽ പങ്കെടുക്കില്ല എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നു. അതൊരു ട്രേഡ് യൂണിയൻ സംഘടന അവരുടെ തീരുമാനത്തിനനുസരിച്ച് നടത്തുന്ന അവരുടേതായ സമരമാണ്. INTUCയുടെ തീരുമാനമനുസരിച്ച് INTUC മറ്റ് സമരങ്ങളുമായി മുന്നോട്ട് പോകും എന്നുകൂടി അദ്ദേഹം പറയുന്നു. ഇതിൽ സവിശേഷമായ ഒരു കാര്യം, നേരത്തെ തന്നെ ഈ തുടക്കം തൊട്ട് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇതിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട്, ഈ സമരത്തെ ഏറ്റെടുത്തുകൊണ്ട് തങ്ങളുടേതാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിനെതിരെ ഒരു രാഷ്ട്രീയ ആയുധമായി ഈ സമരത്തെ ഉപയോഗിക്കുമ്പോഴൊന്നും തന്നെ INTUC ഈ സമരത്തിൻ്റെ ഭാഗമാവുകയോ ഈ സമരത്തോട് ഐക്യപ്പെടുകയോ ചെയ്തിട്ടില്ല. അത് വിമർശനമാവുകയും, നേരത്തെ അജിംഷാ സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രി ഉൾപ്പെടെ അത് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഈ വിഷയത്തിൽ INTUC എടുക്കുന്ന നിലപാട് എന്താണ് എന്ന് കോൺഗ്രസ്സുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് പറയുകയും ചെയ്തു. അതിന് പിന്നാലെയാണ്
ഈ വിഷയത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് INTUC രംഗത്ത് വരുന്നത്. ഈ ആശാവർക്കർമാർ അവരുടെ കൂട്ടത്തിലും, അതായത് INTUCയിൽ പെടുന്ന ആശാവർക്കർമാരുടെ ഒരു സംഘടനയുണ്ട്, ആശാവർക്കർമാരുടെ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ നേതൃത്വത്തിൽ സമരം ചെയ്യും എന്നതിനപ്പുറത്തേക്ക് നിലവിലെ ആശാവർക്കർമാർ നടത്തുന്ന സമരത്തോട് അവർ ഐക്യപ്പെടുന്നില്ല, അതിൻ്റെ ഭാഗമായി അതിൽ പങ്കെടുക്കുന്നില്ല എന്ന് വളരെ കൃത്യമായി പറയുന്നു. അതോടൊപ്പം സംസ്ഥാന സർക്കാരിനെ കോൺഗ്രസ് ആകെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇതിൽ കേന്ദ്ര സർക്കാരാണ് ഒന്നാം പ്രതി എന്ന യാഥാർത്ഥ്യം കൂടി INTUC വ്യക്തമായി പറയുകയാണ്. അജിംഷാദ്. ശരി കമലേഷാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.